بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ഇഖ്ലാസുമായി ബന്ധപ്പെട്ട ഹദീത്തിലെ വായിച്ചുകൊണ്ടിരിക്കുന്നത് عن أبي إسحاق سعد بن أبي وقاص مالك بن أهيب بن عبد مناف بن زهرة بن كلاب بن مرة بن كعب بن لؤي القرشي الزهري رضي الله عنه. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു അഹദുൽ അശറത്തിൽ മശ്ഹൂദി ലഹും ബിൽ ജന്ന, സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട 10 സഹാബാക്കളിൽ ഒരാളാണ് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. സഹാബി പറയാണ്, ജാഅനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഊദുനി ആമ ഹജ്ജത്തിൽ വദാഇ മിൻ വജഇൻ ഇസ്തദ്ദ ബി. ഹജ്ജത്തുൽ വദാഇന്റെ വർഷം, ഹിജ്റ 10ാം വർഷം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ സന്ദർശിക്കാൻ വന്നു. മിൻ വജഇൻ ഇസ്തദ്ദ ബി, ഞാൻ വല്ലാതെ രോഗം ബാധിച്ച് പ്രയാസപ്പെട്ട് കിടക്കുകയായിരുന്നു. അപ്പോൾ ആ രോഗബാധിതനായി കിടക്കുന്ന സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ സന്ദർശിച്ചു. ഫഖുൽതു യാ റസൂലല്ലാഹ്, ആ സമയത്ത് ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഇന്നി ഖദ് ബലഗ ബി മിനൽ വജഇ മാ തറ, രോഗം കൊണ്ട് അങ്ങീ കാണുന്ന ഈ പ്രയാസത്തിൽ, ഈ അവസാന ഘട്ടത്തിൽ ഞാൻ എത്തി. രോഗം ബാധിച്ചു. സഅദ് ബിൻ അബി വഖാസ് മനസ്സിലാക്കിയത് അവസാനത്തെ സമയമാണ്, മരണപ്പെടാനായി. ആ രീതിയിൽ രോഗം ബാധിച്ചിട്ടുണ്ട്. ഞാൻ ഈ ഒരു അവസ്ഥയിലെത്തി. വഅന ദൂ മാലിൻ വലാ യരിസുനി ഇല്ലാ ഇബ്നതുൽ ലി, അല്ലാഹുവിന്റെ റസൂലെ, ഞാൻ സമ്പന്നനാണ്, സമ്പത്തുള്ള ആളാണ്. എൻ്റെ അനന്തരം എടുക്കുന്നത് എൻ്റെ ഒറ്റൊരു മകള് മാത്രമാണ്. എനിക്ക് കുറെ സമ്പത്തുണ്ട്, അനന്തരം എടുക്കാൻ ഒരു മോള് മാത്രമേ ബാക്കിയുള്ളൂ. ഞാൻ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിലാണ്, രോഗബാധിതനായി കിടക്കുകയാണ്. അഫഅതസദ്ദഖു ബിസുലുസൈ മാലി, സഹാബി ചോദിക്കുന്നത്, എൻ്റെ സമ്പത്തിന്റെ 2/3 ഭാഗം ഞാൻ സദഖ ചെയ്യട്ടെ? അവസാന സമയമാണ്, ഒരു മകള് മാത്രമേ ബാക്കിയുള്ളൂ അനന്തരം എടുക്കാൻ. എൻ്റെ സമ്പത്തിന്റെ 2/3 ഭാഗം ഞാൻ അള്ളാന്റെ മാർഗത്തിൽ സദഖ ചെയ്യട്ടെ? ഖാല ലാ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ചോദിക്കാണ്, ഫശത്റു യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലെ, എൻ്റെ സമ്പത്തിന്റെ നേരെ പകുതി ഞാൻ അള്ളാന്റെ മാർഗത്തിൽ സദഖ ചെയ്യട്ടെ? ഫഖാല ലാ, റസൂൽ വീണ്ടും വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ചോദിച്ചു, ഫസ്സുലുസു യാ റസൂലല്ലാഹ്, അള്ളാന്റെ റസൂലെ, എൻ്റെ സമ്പത്തിന്റെ 1/3 ഭാഗം ഞാൻ അള്ളാന്റെ മാർഗത്തിൽ സദഖ ചെയ്യട്ടെ? ഖാല അസ്സുലുസ് വസ്സുലുസു കസീർ ഔ കബീർ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 1/3 തന്നെ എന്താണ്, അധികമാണ്. നീ അവസാന സമയത്ത് ഇങ്ങനെ സദഖ ചെയ്യുന്നത്, 1/3 സദഖ ചെയ്യുന്നത് പോലും അത് അധികമാണ്. കാരണം ഇന്നക ഇൻതദറ വറസതക അഗ്നിയാ ഖൈറും മിൻ അൻ തദറഹും ആലതൻ യതകഫഫൂന അന്നാസ, നിന്റെ അനന്തരാവകാശികളെ അഗ്നിയാക്കന്മാരായി, സമ്പന്നരായിട്ട് നീ വിട്ടേച്ചു പോകുന്നതാണ് നിനക്ക് ഖൈർ. നീ മരണപ്പെടുന്ന സമയത്ത് അനന്തരാവകാശികൾക്ക് എന്ത് ചെയ്യണം? സ്വത്ത് ബാക്കി വെക്കണം. അതാണ് ഖൈർ. മിൻ അൻ തദറഹും ആലതൻ, അവരെ ദരിദ്രരായിട്ട് നീ ഒഴിവാക്കി പോകുന്നതിനേക്കാൾ ഖൈർ അതാണ്. യതകഫഫൂന അന്നാസ, ജനങ്ങൾക്ക് മുമ്പിൽ കൈനീട്ടുന്നവരായി, ദരിദ്രരായി നിന്റെ അനന്തരന്മാരെ ബാക്കിയാക്കി പോകുന്നതിനേക്കാൾ ഖൈർ അവരെ നീ സമ്പന്നരാക്കി പോകലാണ്. അഥവാ അവസാന സമയത്ത് എന്ത് ചെയ്യണം? അനന്തരം എടുക്കുന്ന ആൾക്കാർക്ക് സ്വത്ത് ബാക്കി വെക്കണം. മുഴുവനായിട്ടും സദഖ ചെയ്യുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചു. ആരോഗ്യമുള്ള സമയത്ത് അത് നമുക്ക് എന്ത് ചെയ്യാം? അപ്പൊ നമുക്ക് ഒരാൾക്ക് മരണം ഏത് സമയത്തും സംഭവിക്കാം. പക്ഷെ അതിന്റെ സൂചനകൾ, അലാമാത്തുകൾ, അടയാളങ്ങളുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രായമാവുക, നല്ല രോഗം ബാധിക്കുക, ഇതൊക്കെ മരണത്തിന്റെ അടയാളമാണ്. അപ്പൊ ആ സമയത്ത് സ്വത്ത് മുഴുവനായിട്ടും അല്ലെങ്കിൽ സ്വത്തിന്റെ അധിക ഭാഗവും സദഖ ചെയ്യുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചിട്ടുണ്ട്. കാരണം അത് അനന്തരവാസികൾക്ക് പ്രയാസം ഉണ്ടാക്കും. അവരെ സമ്പന്നരായി മറ്റൊരാൾക്ക് മുമ്പിൽ മറ്റൊരാളെ ആശ്രയിക്കുന്ന രീതിയിൽ ഒഴിവാക്കുന്നതിനേക്കാൾ ഖൈർ അവരെ സ്വയം പര്യാപ്തരായി നല്ല സമ്പന്നരായി ഒഴിവാക്കുന്നതാണെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അഥവാ മറ്റൊരാളിലേക്ക് ആശ്രയിക്കാതെ സ്വന്തം ജീവിക്കുക, അതിന് പ്രാപ്തരാക്കുക. അതാണ് അല്ലാഹുവിന്റെ റസൂൽ ചെയ്തത്.
എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയാണ് വഇന്നക ലൻ തുൻഫിഖ നഫഖതൻ തബ്തഗി ബിഹാ വജ്ഹല്ലാഹ്, അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് നീ എന്ത് ചെലവാക്കിയാലും, അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് നീ എന്ത് ചെലവാക്കിയാലും ഇല്ലാ ഉജിർത അലൈഹ, അതിന് നിനക്ക് പ്രതിഫലം നൽകപ്പെടും. ഹത്താ മാ തജഅലു ഫീ ഇംറഅതിക, നിന്റെ ഭാര്യയുടെ വായിൽ നീ വെച്ചു കൊടുക്കുന്ന ഭക്ഷണത്തിനും നിനക്ക് പ്രതിഫലം നൽകപ്പെടും. ഇതാണ് നമ്മുടെ ഹദീസിന്റെ ഭാഗമായിട്ടുള്ള ബന്ധം. അഥവാ നമ്മുടെ കുടുംബത്തിന് വേണ്ടി ചെലവാക്കുന്നത് അത് നമ്മുടെ നിയ്യത്തിനനുസരിച്ച് അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലം നൽകപ്പെടും. അത് എൻ്റെ ഹക്കാണ്, എൻ്റെ ബാധ്യതയാണെന്ന് മനസ്സിലാക്കി ഭാര്യക്കും മക്കൾക്കും ചെലവ് കൊടുക്കുന്നത്, അവരുടെ വായിൽ ഒരു ഉരുള ഭക്ഷണം വെച്ചു കൊടുക്കുന്നത് പോലും പ്രതിഫലത്തിന് അർഹമായ അമലാണ്. അതാണ് നമ്മുടെ ഭാവുമായിട്ടുള്ള ഹദീസിന്റെ ബന്ധം. മറ്റുള്ളവർക്ക് സദഖ ചെയ്യുന്നതിനേക്കാൾ അനന്തരവാസികൾക്ക് എടുത്തു വെക്കുക, അവർക്ക് കൊടുക്കുക എന്നുള്ളതും പ്രതിഫലാർഹമാണ്. അതും നിയ്യത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതിഫലം കിട്ടുന്നതാണ്. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിന്റെ അവസാന ഭാഗത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. അതിനാൽ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഇഖ്ലാസിന്റെ ബാബിൽ ഈ ഹദീസ് കൊണ്ടുവന്നത്. അഥവാ നമ്മുടെ കുടുംബത്തിന് വേണ്ടി നാം ചെലവഴിക്കുന്നതും നമുക്ക് നാളെ ആഖിറത്തിൽ പ്രതിഫലം കിട്ടാവുന്ന അമലാണ് നമ്മുടെ നിയ്യത്തിന്റെ അടിസ്ഥാനത്തിൽ. അപ്പൊ നല്ല നിയ്യത്തിൽ എൻ്റെ ഉത്തരവാദിത്തമാണ്, എൻ്റെ ബാധ്യതയാണ്, എൻ്റെ ഹക്കാണ്. എൻ്റെ ഭാര്യക്കും മക്കൾക്കും ചെലവ് കൊടുക്കുക എന്നുള്ളത് എൻ്റെ ഹക്കാണെന്ന നിലയിൽ നല്ല നിയ്യത്തിൽ കൊടുത്താൽ ആഖിറത്തിൽ അത് വലിയ അമലായിട്ട് സദഖയായിട്ട് നമുക്ക് കിട്ടുമെന്നാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത്. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.